ഞാൻ ജനിച്ചത് തന്നെ ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിയിലെ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ടാണ്. അതായത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, അതായത് IPCയുടെ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ട്. ജനിച്ചു വീണ അന്ന് മുതൽ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി പട്ടിണി, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, വീടിന് വാടക കൊടുക്കാൻ പൈസയില്ല, സ്വന്തമായിട്ട് വീടില്ല, വരുമാനമില്ല, ഒന്നും നേടിയിട്ടില്ല, സമ്പാദിച്ചിട്ടില്ല, സേവിങ്സ് ഇല്ല, ഒരു തേങ്ങയും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതിൽപ്പെട്ട വിശ്വാസികൾ സുവിശേഷ വേലയ്ക്കായിട്ട് തീരുമാനമെടുത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ നോർത്തിലേക്ക് കുറേയേറെ പേർ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന പലരും മുഖ്യധാര പ്രസ്ഥാനങ്ങളുടെയോ, അപ്പോൾ ഞാൻ പറയുന്നത് AG, IPC, അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ്, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ബേസിലായിരിക്കും കുറേയേറെ പേർ പോകുന്നത്. അല്ലാത്തവർ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷന്റെ ബേസിലായിരിക്കാം. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും, ലോക്കൽ ചർച്ചുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക നിലയിലുള്ള സാലറി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ നന്മ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. തീർച്ചയായും സാലറി കൊടുക്കേണ്ടതാണ്. കാരണം ആ പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ, അവർ സുവിശേഷ പ്രവർത്തകരായിട്ട് മാറി സുവിശേഷ വേല ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ബേസിക് സാലറി തീർച്ചയായിട്ടും വേണ്ടതാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കുറച്ചു നാൾ മുമ്പ് വളരെ കണ്ണുനീരോട് കൂടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മുഖ്യധാര പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി. ആദ്യത്തെ തുടക്കത്തിലുണ്ടായ ഒരു സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പിന്നീട് ഒന്നും കിട്ടിയില്ല. ഇതൊരാളുടെ അനുഭവമാണ്. അങ്ങനെ പലരും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതുകൊണ്ട് ഞാൻ സുവിശേഷ വേല വിടത്തില്ല, കാരണം ഇതിലേക്ക് വിളിച്ചത് കർത്താവാണ്. ആ വിളിയിൽ ഞാൻ നിലനിൽക്കും. കർത്താവ് എന്നെ നടത്തുന്നു. എന്നാൽ ഈ സംഘടനയോടുള്ള ബന്ധത്തിൽ ആ സപ്പോർട്ട് അദ്ദേഹത്തിന് ചെയ്യുന്നില്ല. ഞാൻ ആ ഓർഗനൈസേഷന്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ തീർച്ചയായും നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, IPCയുടെയോ ചർച്ച് ഓഫ് ഗോഡിന്റെയോ AGയുടെയോ മറ്റേതെങ്കിലും മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെയോ സുവിശേഷ പ്രവർത്തകരായി നോർത്ത് ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കുടുംബമായി ആളുകൾ പോകുമ്പോൾ അവർക്ക് കുടുംബമായി ജീവിക്കാനുള്ള വക വിലയിരുത്തേണ്ടതും കൊടുക്കേണ്ടതും സഭയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഫണ്ടിങ് ഒക്കെ എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും ഉണ്ട്. ഫണ്ടിങ് എന്ന് ഞാൻ പറയുന്നത്, പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്ന വിശ്വാസികളായിട്ട് ഗൾഫിലും അമേരിക്കയിലും അങ്ങനെ പോയി ജോലി ചെയ്യുന്ന ക്രിസ്തീയ വിശ്വാസത്തോട് കൂറുള്ള, ആദരവുള്ള, സുവിശേഷ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കൊടുക്കുന്ന പൈസ, അത് സുവിശേഷ വേലയെ സ്നേഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കൊടുക്കുന്ന പൈസ, അത് കൃത്യമായ കരങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ല, താഴേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം.